അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അപ്പോൾ സിദ്ധുവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് രാത്രി സിദ്ധുവിൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്യാണ്. അയാൾ പറയാണ്, എടാ അവൾക്ക് നിന്നോട് ഇഷ്ടമുണ്ടെങ്കിലോ അത് പുറത്ത് പറയാൻ കുറച്ച് മടിയുണ്ടാവും. അപ്പോൾ സിദ്ധു പറയാണ്, അവളുടെ സ്നേഹം മനസ്സിൽ വെച്ചാൽ പിന്നെ എങ്ങനെയാടാ ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുക? ഞാൻ ചന്ദ്രയ്ക്ക് വേണ്ടി എത്ര വർഷം വേണമെങ്കിലും കാത്തു നിൽക്കാൻ തയ്യാറാണ്. പക്ഷേടാ എൻ്റെ അമ്മ അതിന് സമ്മതിക്കും തോന്നുന്നില്ല. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന തീരുമാനം എടുത്തത് തന്നെ എൻ്റെ അമ്മയെ ഭയന്നിട്ടാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ അമേരിക്കയിലേക്ക് പോയാൽ പിന്നെ കല്യാണം കഴിച്ചോ എന്നൊരു ശല്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മറുപടിയായിട്ട് അവൻ്റെ ഫ്രണ്ട് പറയാണ്, ഞാൻ പറയുന്നു നീ അമേരിക്കയിലേക്ക് പോവില്ല. അപ്പോൾ സിദ്ധു ചോദിക്കും, അതെങ്ങനെ നീ പറയാ? അങ്ങനെ പറ. അതായത് ചന്ദ്രിക നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്ത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നീ അമേരിക്കയിലേക്ക് പോവില്ലല്ലോ എന്ന് പറഞ്ഞ് അവന് ഒന്ന് ചിരിക്കും. അപ്പോൾ സിദ്ധു പറയാണ്, അതിനെ അക്സെപ്റ്റ് ചെയ്താലല്ലേ? എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ അവൾ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ടൈം കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അവൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയാണ്, അല്ലടാ, എൻ്റെ ഉള്ളിൽ പറയുന്നത് ചന്ദ്രിക നിൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ്. നീ വേണമെങ്കിൽ നോക്കിക്കോ, നിൻ്റെ ബർത്ത്ഡേക്ക് അവളുടെ സ്നേഹം നിന്നോട് പറഞ്ഞിരിക്കും. അപ്പോൾ സിദ്ധു പറയാണ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സമയമായല്ലോ, ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളൊന്ന് വിഷ് ചെയ്യുമോ നോക്കിയിട്ടാണ് ഞാൻ ഇത്ര നേരം നിന്നത്. പക്ഷേ അവൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നില്ല അവൾ എന്നെ അംഗീകരിക്കുന്നു. അത് ഇപ്പം പറഞ്ഞില്ല എന്ന് വിചാരിച്ചെന്താ, പിന്നെയും പറയാലോ. അവനെ സമാധാനിപ്പിക്കാനെന്നോണം അയാൾ പറയും. എന്നിട്ട് പറയാണ്, നോക്ക്, അതിനുള്ളിൽ നീ ധൃതിപ്പെട്ട് ഒരു തീരുമാനം എടുക്കല്ലേ, കുറച്ച് വെയിറ്റ് ചെയ്യ്. അപ്പോൾ സിദ്ധു ശരി എന്ന് പറയും. അപ്പോൾ ഓക്കേടാ, ഞാൻ പിന്നെ വിളിക്കാം, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഫോൺ വെച്ചതും സിദ്ധു ബെഡിലിരുന്ന് ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവന് അവളോട് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. നീ എന്നെ അംഗീകരിച്ചാൽ മാത്രമേ ഞാൻ ഈ നാട്ടിൽ നിൽക്കൂ, ഇല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. എനിക്ക് വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് നിന്നോടൊത്ത് മാത്രമാണ് ചന്ദ്രിക. അവന് നേരത്തെ അവളോട് നേരിട്ട് പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ മനസ്സിൽ കരുതാണ്, എത്ര തവണ ഞാൻ അവളോട് പറഞ്ഞു, എന്നിട്ട് ഇതുവരെ അവളൊരു തീരുമാനം എടുത്തില്ലല്ലോ. അപ്പോൾ അവൾ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നല്ല അർത്ഥം. അങ്ങനെ അവന് ബെഡിലിരുന്ന് കുറേ ആലോചിക്കുകയാണ്. അവന് എത്ര ആലോചിച്ചിട്ടും ഇരിക്കപ്രതി ഇല്ലാതെ അവന് ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്കായിട്ട് പോവുകയാണ്. അവൻ നേരെ മട്ടുപ്പാവിലെത്തുകയാണ്. അവിടെ നിന്നും ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാണ്. പെട്ടെന്ന് അവന് താഴേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ച അവൻ കാണുകയാണ്. അവൻ്റെ മുഖം സന്തോഷം കൊണ്ടൊന്ന് തെളിയാണ്. താഴെ മുറ്റത്ത് ദീപം കൊണ്ട് അലങ്കരിച്ച് അവൻ്റെ സിദ്ധുവിൻ്റെ പേരെഴുതി വിഷ് ചെയ്യാണ് ചന്ദ്രിക. ചന്ദ്രിക അവിടെ ഇരിക്കുകയാണ്. അവനത് മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രിക താഴെ എഴുതിയത് അവൻ വായിക്കുകയാണ്, പിറന്നാൾ ആശംസകൾ. അപ്പോൾ അവൻ്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രികയും കണ്ടു മേലെ നിന്ന് നോക്കുന്ന സിദ്ധുവിനെ. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നോക്കിക്കൊണ്ടേയിരിക്കും. സിദ്ധുവിൻ്റെ മുഖത്ത് മാത്രമല്ല, ചന്ദ്രികയുടെ മുഖത്തും സിദ്ധുവിനോടുള്ള പ്രണയം ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നോക്കിക്കൊണ്ടേയിരിക്കും. പിന്നീട് ഒട്ടും സമയം പാഴാക്കാതെ അവളുടെ അടുത്തേക്ക് അവന് വളരെ ഉത്സാഹത്തോടെ വാതിൽ തുറന്ന് മുറ്റത്തേക്കാണ്ട് വരികയാണ്. ചന്ദ്രികയുടെ അടുത്തെത്തിയതും രണ്ടുപേരും ഒന്നും സംസാരിക്കുന്നില്ല, മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചന്ദ്രിക പറയും, പിറന്നാൾ ആശംസകൾ സാർ. എന്നാൽ സിദ്ധു ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ താങ്ക്സ് ചന്ദ്രിക എന്ന് പറയും. എന്നിട്ട് അവൻ പറയാണ്, നീ ഇങ്ങനൊരു സർപ്രൈസ് തരുമെന്ന് സത്യമായിട്ടും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. ഇന്ന് ഞാനെന്തോ പുതുതായി ജനിച്ച പോലെ ഉണ്ട്. എന്നിട്ട് തുടരുകയാണ് സിദ്ധു, ചന്ദ്രിക, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ അതീവ സന്തോഷത്തിലാണ്. അവൻ്റെ മുഖത്ത് ആ സന്തോഷമെല്ലാം കറക്റ്റായിട്ട് കാണാനുമുണ്ട്. എന്നിട്ട് അവൻ തുടരുകയാണ്, ചന്ദ്രിക, നീ എന്നെ അംഗീകരിച്ചു എന്ന് ഇതോടെ എനിക്ക് മനസ്സിലായി. അത് കേട്ടതും ചന്ദ്രിക ഒന്ന് ഞെട്ടാണ്. അവളുടെ മുഖത്ത് ഒരു വെപ്രാളം വന്നിട്ടുണ്ട്. അല്പനേരം പറയാനൊന്നും ആവാതെ അവനെ നോക്കി നിൽക്കും. എന്നിട്ട് അവൾ പറയും, സാർ, ഞാൻ പറയുന്നത് തെറ്റായി എടുക്കരുത് സാർ. വിളക്ക് കത്തിച്ച് നിങ്ങളുടെ പിറന്നാളാശംസകൾ നേർന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ പ്രണയം അക്സെപ്റ്റ് ചെയ്തു എന്ന അർത്ഥമില്ല സാർ. ഇങ്ങനൊരു ആശംസ ഞാൻ വെച്ചത് നിങ്ങളോടുള്ള മര്യാദ കൊണ്ടും ബഹുമാനം കൊണ്ടും മാത്രമാണ് സാർ. അതിന് വേറൊരർത്ഥമില്ല സാർ.
അപ്പോൾ സിദ്ധുവിൻ്റെ മുഖത്ത് ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷം ഒറ്റയടിക്ക് എല്ലാം പോവുകയാണ്. അവൻ അവളുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കുകയാണ്. എന്നിട്ട് അവൻ പറയാണ്, നിന്റെ ചുണ്ട് വേണമെങ്കിൽ കള്ളം പറയും, പക്ഷേ നിന്റെ കണ്ണ് കള്ളം പറയില്ല ചന്ദ്രിക. വീണ്ടും തുടരാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നിന്റെ കണ്ണിൽ നല്ലോണം മനസ്സിലാകുന്നുണ്ട്. പക്ഷേ മറുപടി ഒന്നും പറയാതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയാണ് ചന്ദ്രിക. എന്നിട്ട് ചന്ദ്രിക പറയാണ്, സാർ, ആരെങ്കിലും കണ്ടുവന്ന് എന്നെക്കൊണ്ട് നിങ്ങൾക്കൊരു പേരുദോഷം ഉണ്ടാവരുത് സാർ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ സാർ. ആകെ നിരാശനായി നിന്ന സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇതാണോ നിൻ്റെ ലാസ്റ്റ് തീരുമാനം? അപ്പോൾ കുറച്ച് നേരം മറുപടി പറയാതെ പിന്നെ ചന്ദ്രിക പറയാണ്, അതെ സാർ, ഇതാണ് എൻ്റെ തീരുമാനം. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കൂ സാർ. അപ്പോൾ സിദ്ധു പറയാണ്, നിൻ്റെ ഈ തീരുമാനത്തിൽ ഇത്ര വ്യക്തത ഉണ്ടായതുകൊണ്ട് ഇനി ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഞാൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നാളെ ഞാൻ അമേരിക്കയിലേക്ക് പോവാണ്. അപ്പോൾ അവളുടെ മുഖത്ത് നിരാശ ശരിക്കും കാണാം. അവനത് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്നും റൂമിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇടിയും മിന്നലൊക്കെ വരുന്നുണ്ട്. കുറച്ച് അങ്ങോട്ട് നടന്നതിന് ശേഷം അവൻ തിരിഞ്ഞ് അവളെ നോക്കും. അപ്പോൾ അവൾ കത്തിച്ചു വെച്ച ദീപങ്ങളൊക്കെ കാറ്റത്ത് കെട്ടുപോവുകയാണ്. പക്ഷേ അവൾ നേരെ തിരിഞ്ഞ് വീട്ടിലേക്ക് കയറിപ്പോവും. സിദ്ധു കുറച്ച് നേരം കൂടി അവിടെ നിൽക്കും. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിൻ്റെ പിറന്നാൾ ഫംഗ്ഷന് വേണ്ടിയുള്ള സെറ്റപ്പാണ് കാണിക്കുന്നത്. സിദ്ധു സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ താഴെ എല്ലാവരും ഉണ്ട്. സിദ്ധുവിൻ്റെ അമ്മ, അച്ഛന്, മുത്തശ്ശന്, മഹേന്ദ്രന്, ലക്ഷ്മി അമ്മ, മേഘയുടെ മുത്തശ്ശി, പ്രിയ, ആരതി, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവൻ സ്റ്റെയർ കേസ് ഇറങ്ങി വന്നതും എല്ലാവരും അവനെ വിഷ് ചെയ്യാണ്. ഹാപ്പി ബർത്ത്ഡേ സിദ്ധു എല്ലാവരും പറയും. അപ്പോൾ അവൻ്റെ മുത്തശ്ശൻ പറയും, സിദ്ധാർത്ഥ് കേക്ക് മുറിക്കല്ലേ? അപ്പോൾ അതേ എന്ന് പറയും. ഇതിൽ മാത്രം കുറച്ച് അപ്പുറം നിന്ന് ആലോചിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകണ്ടേ എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ആരതി, ഞാൻ കേക്ക് എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. പെട്ടെന്ന് കേക്കുമായി ആരതി തിരിച്ചു വരികയാണ്. കേക്ക് ടേബിളിൽ വെച്ചിട്ട് ആരതി ചോദിക്കുകയാണ്, കേക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും സിദ്ധുവിനോട്. സിദ്ധാർത്ഥ് ഓ സൂപ്പർ എന്ന് പറയും. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, ചന്ദ്രികയെ തീപ്പെട്ടി എടുത്തു കൊണ്ടുവന്ന് തിരി കത്തിക്ക്. അപ്പോൾ ചന്ദ്രിക ഓക്കെ പറഞ്ഞ് തീപ്പെട്ടി എടുക്കാൻ പോവാണ്. അപ്പോൾ ഒപ്പം നിന്ന് മേഘയുടെ മുത്തശ്ശി മേഘയോട് പറയാണ്, നോക്ക്, വേലക്കാരിനെ ഇങ്ങനെയുള്ളൊരു സഭയിൽ കൂട്ടിയിട്ടില്ല എങ്കിൽ ലക്ഷ്മിക്ക് ഉറക്കം തന്നെ വരില്ല. മേഘയും അത് സമ്മതിക്കുകയാണ്. തീപ്പെട്ടിയുമായി ചന്ദ്രിക വരും. ജാനകിയമ്മക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ചന്ദ്രിക തീപ്പെട്ടി ലക്ഷ്മിയമ്മക്ക് കൊടുക്കാൻ നിൽക്കുമ്പോൾ ലക്ഷ്മിയമ്മ പറയും, നീ തന്നെ കത്തിച്ചാൽ മതി. അപ്പോൾ മഹേന്ദ്ര സാറും പറയും, കത്തിക്കും മോളെ. പക്ഷേ ഇതൊന്നും ജാനകിയമ്മക്ക് ഒട്ടും ഇഷ്ടാകുന്നുണ്ടായിരുന്നില്ല. അവൾ തീപ്പെട്ടി ഉറക്കുമ്പോൾ അത് കത്തുന്നില്ല. അപ്പോൾ മഹേന്ദ്ര സാർ പറയണേ, സാവധാനം കത്തിക്കും മോളെ. പിന്നീട് ചന്ദ്രിക കത്തിച്ചപ്പോൾ അത് കത്തും. അവൾ തിരിക്ക് തീ കൊടുക്കും. അപ്പോൾ മേഘയുടെ മുത്തശ്ശിയുടെയും മുഖത്ത് ഒരു നിഗൂഢ ഭാവം ഉണ്ടായിരുന്നു. എന്നിട്ട് മഹേന്ദ്രൻ പറയാണ്, സിദ്ധു കേക്ക് കട്ട് ചെയ്യ്. മുത്തശ്ശനും പറയും കട്ട് ചെയ്യാൻ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്ന് മലര് വരികയാണ്. അവളുടെ കയ്യിൽ ഒരു പേപ്പറുണ്ട്. അവൾ വിളിച്ചു പറയും, സിദ്ധു ഒരു മിനിറ്റ്. എല്ലാവരും അവളുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. മേഘയുടെ മുത്തശ്ശിക്കും മേഘയ്ക്കും അത് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല. മേഘയുടെ മുത്തശ്ശി മേഘയോട് പറയാണ്, ഈ കുട്ടിച്ചാത്തന് എവിടെ എന്ന് ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ദേ ആളെത്തി. നേരെ മലർ ഓടി വന്ന് സിദ്ധുവിൻ്റെ അടുത്ത് വന്ന് ഹാപ്പി ബർത്ത്ഡേ സിദ്ധു. അപ്പോൾ സിദ്ധു താങ്ക് യു എന്ന് പറയും. ഉടനെ മലർ സിദ്ധുവിന് ഒരു പേപ്പർ കൊടുത്തിട്ട് പറയും, ഇതെൻ്റെ സമ്മാനം. സിദ്ധു ആ പേപ്പർ വാങ്ങിയിട്ട് തുറന്നു നോക്കും. അതിൽ സിദ്ധുവും മലരും കൂടി ഉള്ള ഒരു ചിത്രം പെയിൻറ് ചെയ്തതാണ്. സിദ്ധു അത് അമ്പരപ്പോടെ നോക്കും. എന്നിട്ട് എല്ലാവരും ചോദിക്കുകയാണ്, ഇത് നീ വരച്ചതാണോ? സിദ്ധുവും ചോദിക്കും, മലർ നീ വരച്ചതാണോ ഇത്? എന്തു മനോഹരമായിട്ടാണ് നീ വരച്ചേ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനും പറയും, ഞങ്ങൾക്കും കാണിച്ചു കൊണ്ട സിദ്ധു എന്ന് പറയും. സിദ്ധുവിൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയൊക്കെ മുഖത്ത് നല്ല സന്തോഷത്തിൻ്റെ ഭാവം കാണാം. എന്നാൽ സിദ്ധുവിൻ്റെ അമ്മയുടെയും മേഘയുടെ മുത്തശ്ശിയുടെയും മുഖം തെളിഞ്ഞിട്ടില്ല. സിദ്ധു ആ ചിത്രത്തിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നിട്ട് മലറിൻ്റെ കവിളിൽ പിടിച്ചിട്ട് പറയും, എനിക്ക് ഒരുപാട് ഇഷ്ടമായി മലർ, എത്ര മനോഹരമായിട്ടാണ് നീ വരച്ചത്. സിദ്ധു തുടരുകയാണ്, എത്ര കോടി എനിക്ക് ചിലവാക്കി ഒരാൾ ഗിഫ്റ്റ് തന്നാൽ പോലും ഇതുപോലൊരു ഗിഫ്റ്റ് എനിക്ക് ഇനി കിട്ടാനില്ല. മേഘക്കാണെങ്കിൽ അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് സിദ്ധു ചിരിച്ചുകൊണ്ട് ഐ ആം വെരി ഹാപ്പി മലർ. എന്നിട്ട് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിക്കുകയാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്യുന്ന സീനാണ്. എല്ലാവരും കേക്ക് കട്ട് ചെയ്യുന്നു. ചന്ദ്രിക മാത്രം കുറച്ചപ്പുറത്ത് ഒന്നും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് സിദ്ധു ഒരു കഷ്ണം കേക്ക് എടുത്ത് മലർ എന്ന് പറഞ്ഞ് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കും. എന്നാൽ ജാനകിയമ്മക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ചന്ദ്രികയാണെങ്കിൽ അത് കണ്ട് സന്ദേഹത്തോടെ നോക്കുകയാണ്. പിന്നെ ഒരു കഷ്ണം കേക്ക് മഹേന്ദ്ര സാറിന് കൊടുക്കും. അയാൾ തിരിച്ച് സിദ്ധുവിനും കൊടുക്കും. പിന്നീട് സിദ്ധു അവൻ്റെ മുത്തശ്ശനും അച്ഛനും അമ്മയ്ക്കും കൊടുക്കും. അമ്മ അത് വാങ്ങിയിട്ട് തിരിച്ച് അവൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും. എനിക്ക് ഇനി വേണ്ട എന്ന് പറയും. എങ്കിലും അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടായിരുന്നു ആ ടൈമിൽ.
ആരതി ഒരു കഷ്ണമെടുത്ത് ചന്ദ്രികയ്ക്ക് കൊടുക്കും. അപ്പോൾ ചന്ദ്രിക വേണ്ട ആരതി എന്ന് പറയും. എങ്കിലും ആരതി നിർബന്ധിക്കും. ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയും ചന്ദ്രിക. ചന്ദ്രിക ഇതൊക്കെ കണ്ട് കുറച്ചു നേരം ആലോചിച്ച് അവിടുന്ന് പോവുകയാണ്. അവളുടെ മനസ്സിൽ എന്തോ ഒരു നിരാശയുണ്ട്. സിദ്ധു നാളെ പോവുകയാണല്ലോ എന്നുള്ള നിരാശയാണ്. അവൾ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോവാണ്. അവൾ മേലെ എത്തിയതും ആലോചന തുടരുകയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്. നാളത്തെ എപ്പിസോഡ് കുറച്ച് പറയാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുമോ? മട്ടുപ്പാവിൽ നിന്ന് ആലോചിക്കുന്ന ചന്ദ്രികയുടെ അടുത്തേക്ക് സിദ്ധു വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രികയെ, ഞാൻ നിനക്ക് തന്ന ടൈം കഴിഞ്ഞു. ഇനി നിൻ്റെ തീരുമാനം നിനക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ചന്ദ്രിക പറയാണ്, എന്നോട് ക്ഷമിക്കൂ സാർ, എന്നെക്കൊണ്ടിപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സാർ. അവൾ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തെക്കാളും നിങ്ങളുടെ ജീവിതത്തിനെയാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഈ പാവപ്പെട്ട ചന്ദ്രികയെ നിങ്ങൾക്ക് വേണ്ട സാർ. നിരാശയോടെ സിദ്ധു അത് കേട്ട് നിൽക്കുകയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.